എല്ലാവർക്കും നമസ്കാരം. ഇത് ഉപ്പുമാവാണ്. ഉപ്പുമാവ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഉപ്പുമാവുണ്ടല്ലേ. റവ, സേമിയ, അവിൽ, അങ്ങനെ പലതും വെച്ച് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്. ഇത് അവിലുപ്പുമാവാണ്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള അവിലെടുത്തിട്ട് അത് ഒരു ചീനച്ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അവിലുള്ള പൊടിയൊന്നും ഇടണ്ട കേട്ടോ, അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുത്താൽ മതി. അവിൽ അങ്ങനെ നമ്മൾ ഒരവിലെടുക്കുമ്പോൾ അതിങ്ങനെ ഒന്ന് ഒടിഞ്ഞു പോകണം. ആ പരുവത്തിൽ ഒന്ന് ചൂടാക്കി എടുക്കുക. ഏത് അവിൽ വേണമെങ്കിലും എടുക്കാം, വെള്ളയായാലും ചുമപ്പായാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അത് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ചുമന്ന മുളകും വേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. എപ്പോഴായാലും കടുക് പൊട്ടിച്ച് ഉണ്ടാക്കുന്ന ഫുഡാണെങ്കിൽ അത് കടുക് പൊട്ടി കഴിയുമ്പോൾ ഫ്ലെയിം എപ്പോഴും സിമ്മിലേക്ക് ആക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് പച്ചമുളകും ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞു വച്ചേക്കുന്നതാണ്. മുളകും വേപ്പിലയൊക്കെ മൂത്ത് കഴിയുമ്പോൾ ഇതിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എല്ലാ ഉപ്പുമാവിനും ചെയ്യുന്ന പോലെ തന്നെയാണ്. നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച അവിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. ഇങ്ങനെ ഒന്നാക്കിയിട്ട് അതിലേക്ക് പിഴിഞ്ഞ് ഇട്ടാൽ മതി. അധികം നേരം വെള്ളത്തിലിടണ്ട. നമ്മളത് ചൂടാക്കി വെച്ചതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങനെ കുതിർന്നു പോവില്ല. അങ്ങനെ മുഴുവനും അതിലേക്ക് ഇടുക. ഇതാണ് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇത് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ട് ഇളക്കിയെടുത്തതാണ്. നമ്മളിപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത് ഇതിലേക്ക്. ഉപ്പ് നേരിട്ടിട്ട് കഴിഞ്ഞാൽ അവിടെ പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ കലക്കിയിട്ട് ചേർക്കുന്നത്. ആ നാരങ്ങ ചേർക്കുമ്പോൾ അതിന് പ്രത്യേക രുചിയാണ്. ചെറിയൊരു പുളിപ്പൊക്കെ വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവണേ ഉപ്പുമാവിന്. നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കണ്ട. ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി നോക്കണം പുളിയും ഉപ്പൊക്കെ പാകമാണോ എന്ന്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 പിടി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.